അപ്പോൾ നമ്മളുടെ ഈ വീട് പണിയിൽ നമ്മുടെ ഈ വീടിന്റെ പണിയിൽ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉപകാരപ്പെട്ടേക്കാവുന്ന കുറച്ച് 5-6 കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു 3 പില്ലറുകളാണ്. അപ്പോൾ ഈ പില്ലറുകൾക്ക് നമ്മൾ വിചാരിച്ചേക്കാളും അധികമായിട്ട് ചിലവ് വന്നത് 25,000-ന് മേലെ ഉണ്ട്. അപ്പോൾ അത് ചെറിയൊരു അബദ്ധം മൂലം സംഭവിച്ചതാണ്. അതായത് നമ്മൾ ഒരു 99% ആളുകളും വീട് പണിയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെ മേസ്ത്രിയുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ അതായത് എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ ഒന്നും ഇല്ലാതായിരിക്കും നമ്മൾ വീട് പണി മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. അതായത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട്, അത് വീട്ടുകാരുടെ അഭിപ്രായം, അതുപോലെ നമ്മളുടെ കരാറുകാരൻ്റെ അഭിപ്രായമൊക്കെ കേട്ടിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെറിയ രീതിയിൽ നമ്മൾ ചെറിയൊരു ഓപ്പോസിറ്റായിട്ട് ചിന്തിച്ചത് മൂലമാണ് നമുക്ക് ഈ ഒരു പില്ലറിൽ നേരത്തെ പറഞ്ഞ 20,000-ന് മേലെ അധികമായിട്ട് ചിലവ് വന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഗ്രാനൈറ്റ് ആയാലും ടൈൽസ് ആയാലും നമ്മൾ ഇതുപോലെ സ്കേർട്ടിങ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ സ്കേർട്ടിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടൈൽസ് ആയാലും ഗ്രാനൈറ്റ് ആയാലും വിരിച്ച ശേഷം നമ്മൾ ചുമര് എന്ത് ചെയ്യുക, നമ്മളെ സ്കേർട്ടിങ്ങിന് ഭാഗമായിട്ട് കട്ട് ചെയ്ത് കളയാം. ചുമരിലെ പ്ലാസ്റ്ററിങ് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1 ഇഞ്ചോളം ആ ഭാഗത്തൊരു ഉള്ളിലേക്കൊരു ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിലേക്ക് സ്കേർട്ടിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ പ്രധാനമായിട്ടും സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ, ഒരു റൂമിൽ 1 ഇഞ്ച് വെച്ച് 4 സൈഡിലും നമുക്ക് സ്ഥലം കിട്ടും. ഞാൻ ഉള്ളിലേക്കൊന്ന് പോയിട്ട് പറയാം. പെയിൻറ്റിങ് വർക്കൊക്കെ നടക്കുക കേട്ടോ, കുറച്ചിങ്ങനെ വൃത്തികളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ റൂമിൽ സ്കേർട്ടിങ് ഉണ്ട്. ഈ സ്കേർട്ടിങ് ഒക്കെ ഏകദേശം ഞാനിത് അപ്ലൈ ചെയ്തു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്ലൈ ചെയ്തു. പക്ഷേ ഇവിടെ പറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗ്രാനൈറ്റ് ഏകദേശം 1 ഇഞ്ചോളം തിക്നെസ് ഉണ്ട്. അപ്പോൾ എന്തായി, നമ്മൾ 1 ഇഞ്ചോളം പ്ലാസ്റ്ററിങ് കട്ട് ചെയ്തു, 1 ഇഞ്ച് ഈ ഗ്രാനൈറ്റ് വെച്ചു. പക്ഷേ അതിനകത്തേക്ക് മട്ടി ഏകദേശം 1/2 ഇഞ്ചോളം വെച്ചപ്പോഴാണ് ഈ ഗ്രാനൈറ്റ് കുറച്ചുകൂടി ഇങ്ങോട്ട് തള്ളി വന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാനൈറ്റ് ആണെങ്കിൽ 1 ഇഞ്ചിൽ കൂടുതലൊന്നും ചുമരടിയിൽ കട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗ്രാനൈറ്റ് വിരിച്ച ശേഷം ഏകദേശം അതിനോട് സാമ്യമുള്ള ടൈൽസ് എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റായിട്ട് നിൽക്കുന്നുള്ള ഒരു ഉറപ്പാട്ടോ. അത് ടൈൽസ് കുറച്ച് തിക്നെസ് കുറവാണല്ലോ, അപ്പോൾ കറക്റ്റായിട്ട് ചുമരിനോട് ചേർന്ന് ഈ സ്കേർട്ടിൽ നിൽക്കും. നേരത്തെ പറഞ്ഞ പോലെ 1 ഇഞ്ച് വെച്ച് 4 സൈഡിലും നമുക്ക് റൂമിൽ എക്സ്ട്രാ സ്ഥലം കിട്ടും. അതിൻ്റെ പുറത്ത് വേറൊരു കാര്യം എന്തെന്നറിയാം, നമുക്ക് ഈ സ്കേർട്ടിങ് ഉരുട്ടേണ്ടി വരുന്നില്ല. അപ്പോൾ ലേബർ കോസ്റ്റ് ഏറ്റവും കൂടുതൽ കൂടുന്നത് ഇത് ഉരുട്ടുന്ന ഭാഗത്താണല്ലോ. അപ്പോൾ നമുക്ക് ഉരുട്ടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചുമരിനോട് ചേർത്തി വെക്കാൻ പറ്റും എന്നുള്ളത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജാണ്. ഞാനത് അപ്ലൈ ചെയ്തു, പക്ഷേ വലിയ രീതിയിൽ വിജയിക്കാതെ ഇരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കേർട്ടിങ് ഉപയോഗിച്ചത് ഗ്രാനൈറ്റ് തന്നെയാണ്. അപ്പോൾ ഗ്രാനൈറ്റ് 1 ഇഞ്ച് കൂടുതൽ, 1 ഇഞ്ചോളം ഗ്രാനൈറ്റ് തിക്നെസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള മട്ടിയും കൂടി ഇട്ടപ്പോൾ ഗ്രാനൈറ്റ് ഏകദേശം ഒരു 1/2 ഇഞ്ചോളം പുറത്തേക്ക് വന്നു. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കണ്ടില്ലേ, അത് വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ പൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ വാർപ്പ് പണി പല ഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ട് പലപ്പോഴും ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. പ്ലംബർ ചിലപ്പോൾ വരാതിരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഡ്രോപ്പർ എപ്പോഴും ചോട്ടിലേക്ക് വെക്കാം, മനസ്സിലായില്ലേ, ചോട്ടിലേക്ക് വെക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്, നേരെ അടിയിലുള്ള സൺഷെയ്ഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ടോ. അതുപോലെ ആ തലക്കുണ്ട്, അതുപോലെ ഇവിടെയുണ്ട്, ഈ തലക്കുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഡ്രോപ്പർ നേരെ താഴേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം സുഖമായിട്ട് അതിലൂടെ പോകും. ഇത് ഈ രീതിയിൽ നമ്മൾ വെക്കുക എന്ന് പറയുന്നത്, എങ്ങനെ പോയാലും ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു കരടോ മറ്റോ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇല പോലെ എന്തെങ്കിലുമൊക്കെ വന്ന് നിന്നതിനാൽ പിന്നെ അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൂടി നിൽക്കും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അത് നമ്മൾ വാർപ്പ് സമയത്ത് മിക്കവാറും നമ്മളൊക്കെ പണിക്കാർക്കുള്ള ഫുഡ് ഉണ്ടാക്കേണ്ട തിരക്കിലോ മറ്റോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ നമ്മൾ നിൽക്കില്ല. പണിക്കാർ പെട്ടെന്ന് പണി തീർക്കുക എന്ന ലെവലിലായിരിക്കും പണിക്കാർ നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അതൊരു രണ്ടാമത്തെ ഒരു പോയിൻ്റ് കേട്ടോ. ഡ്രോപ്പർ നേരെ താഴേക്ക് തന്നെ വെക്കുക. ഇപ്പോൾ വാട്ടർ ഡ്രോപ്പറൊക്കെ ഇവിടെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കേട്ടോ, വെള്ളം ഒരു കാരണവശാലും തടഞ്ഞു നിൽക്കില്ല. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് ഞാൻ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മേലേക്ക് നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി?
കണ്ടില്ലേ, അത് ഇവിടെയാണ് നമ്മൾ ടാങ്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട് പണി തുടങ്ങുന്ന സമയത്ത് തന്നെ പ്ലംബറുമായിട്ട് സംസാരിച്ച് എവിടെയാണ് ടാങ്ക് വെക്കണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ, ഞാൻ ചെയ്തില്ല, തീരുമാനിച്ചു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ആ ഭാഗത്ത് ഇപ്പോൾ വൃത്തികേടായിട്ട് കട്ട് ചെയ്ത ആ ഭാഗത്ത് എന്ത് ചെയ്യായിരുന്നു, ഒന്നുമില്ല ഒരു ഇഷ്ടിക പോലെ എന്തെങ്കിലും വെക്കുക, അല്ലെങ്കിൽ പണ്ട് വെക്കുന്ന വാഴപ്പിണ്ടി എന്നൊക്കെ പറയും, നിങ്ങളൊക്കെ നാട്ടിൽ എന്താ പറയുകയെന്നറിയില്ല, അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്യാൻ സുഖമായിരിക്കും. അതല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മെയിൻ വാർപ്പിൽ ഡ്രില്ല് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കമ്പി വരെ കാണുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ പൊളിച്ച് അവസാന നിമിഷത്തിൽ, അതായത് നമ്മൾ ടാങ്ക് എവിടെ വെക്കണമെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇതേപോലെ നമുക്ക് ആദ്യം തന്നെ അവിടെ സൗകര്യം കാണാം. കട്ട് ചെയ്യുന്നതിന് പകരം എന്തെങ്കിലും സൗകര്യം കാണാം. ഈ പൈപ്പ് തന്നെ വെക്കാൻ പറ്റുമെങ്കിൽ വളരെ നന്നായി, പക്ഷേ പൈപ്പ് വെക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് പ്ലംബർ. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ പുതിയ രീതിയിലൊരു കട്ടിങ് ഉണ്ട്, ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യണമെങ്കിൽ നല്ല അത്യാവശ്യം ചിലവ് വരും. കോർ കട്ടിങ് കേട്ടോ, ഇതുപോലെ ചെയ്യണമെങ്കിൽ നല്ല ചിലവ് വരും, അതുകൊണ്ട് അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ആയിരിക്കും കേട്ടോ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരിക കറക്റ്റ് ഒരു പുട്ട് വന്ന പോലെ നമ്മളുടെ അതേ അളവിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ കോസ്റ്റ് കൂടുതലായിരിക്കും, അത് കുറച്ച് ചിലവാണ്. കോർ കട്ടിങ് കേട്ടോ, ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാം. അല്ല എങ്കിൽ നമ്മൾ ആദ്യം തന്നെ അത് സ്ഥാനം കണ്ടെത്തി അതിൽ തന്നെ വാഴപ്പിണ്ടിയോ ജസ്റ്റ് വാർക്കുന്ന സമയത്ത് ഇഷ്ടിക അല്ലെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് വിടുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മെയിൻ സ്ലാബിൽ ഡ്രില്ല് ചെയ്തിട്ട് ഇങ്ങനെ തുളക്കുമ്പോൾ എന്തായാലും മറ്റുള്ള ഭാഗങ്ങളിലേക്ക് വൈബ്രേഷൻ വരുമെന്ന് എന്തായാലും ഉറപ്പല്ലേ. അപ്പോൾ അത് എന്തായാലും ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, പ്ലംബറുമായിട്ട് നമ്മൾ ഒരു സംസാരിച്ച് എവിടെയാണ് ടാങ്ക് വെക്കുന്നത് തീരുമാനിച്ച്, ഏതിലൂടെയാണ് പൈപ്പ് വരിക എന്ന് ആദ്യം തന്നെ തീരുമാനിച്ച ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ല. അപ്പോൾ ഇനി മൂന്നാമത്തെ കാര്യം പറയാം കേട്ടോ, ഇവിടുന്ന് തന്നെ പറയാൻ പറ്റും. നമ്മൾ ടാങ്ക് ഇവിടെ വെക്കണമെന്ന് ആദ്യം തന്നെ തീരുമാനിക്കാത്തതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ഒരു ഫ്ലോർ ഉണ്ടല്ലോ, ഈ ഫ്ലോറിൽ നമ്മളത് സ്ട്രെങ്തൻ ചെയ്തിട്ടില്ല, അതായത് 8-ൻ്റെ കമ്പി വെച്ചിട്ടാണ് അത് വാർത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എവിടെയാണോ ടാങ്ക് വെക്കുന്നത്, അതായത് ഇപ്പോൾ നമ്മൾ 1000 ലിറ്ററിൻ്റെ ടാങ്കാണല്ലോ വെക്കുക, അപ്പോൾ എവിടെയാണോ ടാങ്ക് വെക്കുന്നതെങ്കിൽ ആ ഭാഗം ഒരു 16-ൻ്റെ കമ്പിയോ അല്ലെങ്കിൽ കമ്പി കൂട്ടിയിട്ടിട്ടോ, 8-ൻ്റെ കമ്പി തന്നെ അടുപ്പിച്ചിട്ടോ മറ്റോ ആയിട്ട് കുറച്ച് സ്ട്രെങ്ത്ത് കൂട്ടി വാർത്തിരുന്നത് നമുക്കൊരു സേഫാണ്. ഇപ്പം നിലവിൽ ഈ ഫ്ലോറ്, ഇപ്പോൾ ഈ മേലെ കാണുന്ന ഫ്ലോറ് 8-ൻ്റെ കമ്പി ഇട്ട് സാധാ പോലെ തന്നെ 4 ഇഞ്ച് തന്നെയാണ് വാർത്തിട്ടുള്ളത്, അവിടെ തന്നെയാണ് ടാങ്ക് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ച സ്ഥലമാണെങ്കിൽ ഒന്നുകൂടി സ്ട്രെങ്ത്ത് കൂട്ടി കമ്പി കുറച്ച് കൂട്ടിയിട്ട് വെച്ചിരുന്നതിൽ നമുക്ക് എന്താ പറയുക, മനസ്സിനൊരു സന്തോഷം വരും അത് വെക്കുമ്പോൾ, ഒരു പേടി ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത ഒരു പോയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് GI തന്നെ ജനലിൻ്റെ ഈ കമ്പി വെക്കാൻ ഇഷ്ടം പോലെ കിട്ടുന്ന സമയത്ത് നമ്മൾ വീട് പണിൻ്റെ തുടക്കത്തിൽ ചെന്നിട്ട് എന്താ ചെയ്യുന്നറിയാം, സ്റ്റീലെടുത്തു. ഇത് കണ്ടോ, ശരിക്കും സ്റ്റീൽ ഒഴിവാക്കാം കേട്ടോ, കാരണം കുറച്ച് കോസ്റ്റ് വൈസ് ഇത് കൂടുതലാണ്, മാത്രമല്ല ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ സ്റ്റീൽ ഇട്ടേ പറ്റൂ എന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് കവർ ചെയ്ത് വെക്കണം. ഞാൻ ചെയ്തു വെച്ചിട്ടില്ല, കവർ ചെയ്തില്ല. അപ്പോൾ തേപ്പ് മുതൽ പെയിൻറ്റിങ് മുതലുള്ള എല്ലാ വേസ്റ്റും ഈ സാധനത്തിൽ അടിഞ്ഞുകൂടിയുണ്ടാവും. ഇത് പണിക്ക് വന്ന ആളുകൾ ഇത് സ്റ്റീലാണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ കോസ്റ്റ് വൈസ് ഇരട്ടിയിലും അധികം സ്റ്റീലിന് വരികയും ചെയ്യും. GI ആണെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഏത് പെയിൻറ്റ് വേണമെങ്കിലും അടിക്കാനും പറ്റും. ഇതിൽ പെയിൻറ്റ് അടിക്കാനും പറ്റില്ല, ഒന്നുമില്ല, ആ ഒരു ഗ്ലൈസിങ് വീണ്ടെടുക്കണമെങ്കിൽ ചിലപ്പോൾ പോളിഷോ മറ്റോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നോർമൽ GI ഇടാം. അല്ല ഇത് ഇട്ടേ മതിയാവും എന്നുണ്ടെങ്കിൽ ഇത് കവർ ചെയ്തിട്ട് ഇട്ട ഉടൻ തന്നെ അത് കവർ ചെയ്ത് വെക്കാം. ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റത്തെ കാര്യമായിട്ട് പറയുന്നത്, നമ്മളുടെ ഈ 3 പില്ലറുകൾ, 1 2 3 പില്ലർ. ഈ പില്ലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാനോ അല്ലെങ്കിൽ പണിക്കാരോ ചിന്തിച്ചില്ല, അത് നമ്മളെ തറയിൽ തന്നെ പില്ലർ പൊക്കായിരുന്നു. അത് ഇപ്പോഴത്തെ ഒരു എല്ലാ വീടിനും കണ്ടിട്ടില്ലേ, നമ്മൾ പില്ലർ നിന്ന് നമ്മൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യും, ഉണ്ട്, ഇങ്ങനെയാണല്ലോ പില്ലർ വരുന്നത്. ഒട്ടുമിക്ക വീടുകളിലും പില്ലർ ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ തറയിൽ നിന്ന് പില്ലർ എടുത്തിട്ട് മുമ്പോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പകരം നേരെ തിരിച്ച് ചെയ്തു, ഉൾട്ട ചെയ്തു. അതായത് നമ്മളിവിടെ വലിയ രീതിയിൽ JCB വെച്ച് 3 കുഴിയൊക്കെ കുത്തി PCC ചെയ്ത് അതിൻ്റെ അടിയിൽ നിന്ന് ഒരു 2 മീറ്റർ അടിയിൽ നിന്ന് പില്ലർ ആദ്യം പൊക്കിയിട്ട് ബാക്കിക്ക് നമ്മൾ ഹോളോ ബ്രിക്ക് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക ചെയ്ത്. പക്ഷേ അതിന് പകരം നമ്മൾ ഒന്ന് തിരിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അതായത് തറയിൽ തന്നെ പില്ലർ കൊടുത്ത് മുമ്പോട്ട് സിമ്പിളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ 25,000-ൽ കൂടുതലധികം ചിലവ് വന്ന ഈ 3 പില്ലറുകൾ. അത് ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് വന്നതാണ്, അല്ലെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു.
അങ്ങനെ വീടുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു 5-6 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്. വീഡിയോ ഉപകാരപ്പെടും കേട്ടോ. അതായത് ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മൾ വീട് നോക്കുമല്ലോ, അപ്പോൾ ആ സമയത്തെങ്കിലും ഉപകാരപ്പെടും. പറഞ്ഞ കാര്യങ്ങൾ, വാട്ടർ ടാങ്കിൻ്റെ കാര്യങ്ങൾ, അതുപോലെ വാട്ടർ ഡ്രോപ്പറിൻ്റെ കാര്യങ്ങൾ, പിന്നെ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മറ്റേ സ്ലാബ് കട്ട് ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള, അതുപോലെ ഗ്രാനൈറ്റ് പക്കേട്ടോ. ഗ്രാനൈറ്റ് ഇപ്പോൾ ഇവിടെ കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ട് തന്നെ നിൽക്കുന്നത് ഗ്രാനൈറ്റ് ആയതുകൊണ്ടാണ്. ഈ ഗ്രാനൈറ്റ് ഇട്ടിട്ട് സ്കേർട്ടിങ് ഒരു ബ്ലാക്ക് ടൈൽസോ മറ്റോ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ചുമര് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് വെക്കായിരുന്നു. അപ്പോൾ ഒരുപാട് സ്ഥലം റൂമിലും മറ്റും കിട്ടുകയും ചെയ്യും, നല്ല ഫിനിഷിങ്ങും ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം എല്ലാ ഫാമിലി ഗ്രൂപ്പിലും 1-2 പേരൊക്കെ വീടുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നുണ്ടാവും. അവർക്കൊക്കെ ഉപകാരപ്പെട്ടേക്കാം. അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.